2018 പ്രളയവുമായി ബന്ധപ്പെട്ട മുൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടേതെന്ന പേരിൽ മാത്യു കുഴൽനാടൻ എംഎൽഎ പുറത്തുവിട്ട ഓഡിയോ സന്ദേശം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ആഭ്യന്തരമന്ത്രിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സ്വകാര്യ കമ്പനിക്ക് വേണ്ടി തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്നത് 1 മാസം വൈകിപ്പിച്ചു എന്നതടക്കമുള്ള ഓഡിയോ സന്ദേശമായിരുന്നു പുറത്തുവന്നത്. എന്നാൽ ഓഡിയോ AI നിർമ്മിതമാണെന്നായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ മറുപടി. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഈ ഓഡിയോ സന്ദേശം മാത്യു കുഴൽനാടനാണ് പുറത്തുവിട്ടത്. അതിലാണിപ്പോൾ അന്വേഷണം വരുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനുള്ള വഴി തുറന്നത് എങ്ങനെയാണ്? 2018 പ്രളയം ഉണ്ടായത് അത് മനുഷ്യ നിർമ്മിതമാണെന്നും അതിന് കാരണമായത് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നതും എന്നായിരുന്നു നേരത്തെ ആരോപണം ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടനാണ് ഒരു ഓഡിയോ സന്ദേശം പുറത്തുവിടുന്നത്. അത് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടേത് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അതിൽ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ തോട്ടപ്പള്ളി സ്പിൽവേ 1 മാസം മുന്നേ തുറക്കേണ്ടതായിരുന്നു. അത് തുറക്കാതിരുന്നത് ഇതിന്റെ കരാർ കമ്പനിയായിട്ടുള്ള മേരിമാത കൺസ്ട്രക്ഷനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ സ്പിൽവേ നേരത്തെ തുറന്നാൽ മണൽ പോകും, അതുകൊണ്ട് അത് തുറക്കാതിരുന്നു. ഇതിലൂടെ 300 കോടി രൂപയുടെ ലാഭം ഈ കരാർ കമ്പനിയായിട്ടുള്ള മേരിമാത കൺസ്ട്രക്ഷന് ലഭിച്ചിരുന്നു എന്നതായിരുന്നു. ഇത് ഒരു ഓഡിയോ സന്ദേശമൊക്കെ പുറത്തു വിട്ടുകൊണ്ടാണ് കുഴൽനാടൻ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. ഇതിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിന്റെ വസ്തുത പരിശോധിക്കുക, വളരെ വേഗത്തിൽ തന്നെ റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. ഈ ആരോപണം വന്നതിന് പിന്നാലെ, ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ കെ കൃഷ്ണൻകുട്ടി ഇത് തള്ളിയിരുന്നു. ഇത് അത്തരത്തിൽ ഒരു ഓഡിയോ തന്റേതല്ല, അത് AI നിർമ്മിതമാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇത് മാത്യു ടി തോമസും അതോടൊപ്പം തന്നെ മറ്റൊരു പാർട്ടി പ്രവർത്തകരും അവരാണ് മാത്യു തോമസിന്റെ ഒക്കെ താല്പര്യപ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പക്ഷെ താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, തന്റെ സംഭാഷണമേ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ ഉത്തരവ് ഇട്ടുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഒരു സ്വകാര്യ വ്യക്തി നൽകിയ പരാതി എന്നാണ്. അത് ആരാണ് ആ വ്യക്തി എന്നുള്ള കാര്യം ഇതുവരെ നമുക്ക് ലഭ്യമല്ല. എന്തായാലും വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങും. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മുൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ സന്ദേശം പുറത്തുവന്നതുമായി ബന്ധപ്പെട്ട ഇതിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. വിവരങ്ങളാണ് സിജോ വി ജോൺ നൽകിയത്.